ഒരു നായ ജീവൻ പണയം വെച്ച് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? 1925 അലാസ്കയിലെ ഒരു മഞ്ഞുകാലം. അവിടുത്തെ നോമ സിറ്റിയിൽ ആളുകൾ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. കാരണം ഡിപ്തീരിയ എന്ന മാരക അസുഖം അവിടെ പടർന്നു തുടങ്ങിയിരിക്കുന്നു. തൊണ്ടയെ ബാധിക്കുന്ന രോഗികളെ ചുമച്ച് അവശരാക്കുന്ന അസുഖം, പ്രത്യേകിച്ചും കുട്ടികളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. എന്നാൽ ടൗണിലെ ഹോസ്പിറ്റലിൽ അന്ന് ഇതിന് ഉപയോഗിച്ചിരുന്ന ആന്റി ടോക്സിൻ സീറം ഇപ്പോൾ ഇല്ല. ടൗണിൽ നിന്ന് 800 കിലോമീറ്റർ ദൂരെ ആംഗ്രിഡ്ജിൽ നിന്ന് വേണം മരുന്നെത്താനായിട്ട്. എന്നാൽ പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ പ്ലെയിനിൽ മരുന്നെത്തിക്കാൻ പറ്റില്ല. സോ അവര് ട്രെയിനിൽ മരുന്ന് കയറ്റി വിടുന്നു. എന്നാൽ ട്രെയിൻ ഈ ആശുപത്രിയുള്ള ടൗണിലേക്കില്ല. ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പിൽ നിന്ന് നോമലെ ഈ ആശുപത്രിയിലേക്ക് 1000 കിലോമീറ്റർ ദൂരമുണ്ട്. ഡയറക്റ്റ് ട്രാൻസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചുറ്റി വളഞ്ഞ് 1000 കിലോമീറ്റർ മഞ്ഞിലൂടെ സഞ്ചരിക്കണം. അതിനവർ കണ്ടെത്തിയ വഴി സ്ലെഡ് ഡോഗുകളാണ്. അതും 1000 കിലോമീറ്ററോളം ഒരൊറ്റ ഡോഗ് സ്ലെഡ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു റിലേ പോലെ ഡോഗ് സ്ലെഡുകൾ അതാത് പോയിന്റുകളിൽ നിന്ന് ഓരോ ടൗണിൽ നിന്നും മരുന്ന് വാങ്ങി നോം സിറ്റിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ 20ഓളം ആളുകൾ, ആകെ മൊത്തം 150ഓളം നായകൾ അവരുടെ ഗ്രാമങ്ങളിൽ, അവരുടെ ക്യാമ്പുകളിൽ മരുന്ന് കൈകളിലെത്താൻ വേണ്ടി കാത്തുനിന്നു, ലക്ഷ്യസ്ഥാനത്തേക്ക് ഇതെത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിലേ മത്സരത്തിൽ സ്റ്റിക്ക് കൈമാറുന്ന പോലെ മരുന്ന് പരസ്പരം കൈമാറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗൂണർ കാസൻ എന്ന് പറയുന്ന ആൾ അയാളുടെ ഡോഗ് സ്ലെഡിലേക്ക് എത്തുന്നു. ആ വണ്ടിയെ നയിക്കുന്നത് ഏറ്റവും മുമ്പിലുള്ളത് ബാൾട്ടോ എന്ന സൈബീരിയൻ ഹസ്കിയാണ്. അതാണ് ലീഡ് ഡോഗ്. കമാൻഡുകൾ കേട്ട് അത് മനസ്സിലാക്കി ലക്ഷ്യം നോക്കി പായേണ്ടതും പ്രതിസന്ധികളെയെല്ലാം ആദ്യം തന്നെ തരണം ചെയ്യേണ്ടതും ലീഡ് ഡോഗായ ബാൾട്ടോ ആണ്. ലീഡ് ഡോഗ് പേടിച്ചു നിന്നാൽ ആ വണ്ടി അവിടെ നിന്ന് ഇറങ്ങില്ല. അവസാനത്തെ 88 കിലോമീറ്റർ താണ്ടി മഞ്ഞും കാറ്റും തരണം ചെയ്ത് ഫെബ്രുവരി 2-ന് ബാൾട്ടോ ലക്ഷ്യസ്ഥാനത്ത് മരുന്നെത്തിച്ചു. രോഗബാധിതരായ കുട്ടികളടക്കമുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. ലീഡ് ഡോഗായ ബാൾട്ടോ ഒരു ട്രൂ ഹീറോ ആയി മാറി. പിറ്റേന്ന് ന്യൂസ് പേപ്പറുകളിലെ താരമായി ബാൾട്ടോ. ന്യൂയോർക്ക് സെൻട്രൽ പാർക്കിൽ ബോൾട്ടോയുടെ പ്രതിമ വരെ വരുന്നു. പക്ഷെ ബോൾട്ടോയെ അഭിനന്ദിക്കുന്ന തിരക്കിൽ ആരും കാണാതെ പോയ മറ്റൊരു നായ ഉണ്ടായിരുന്നു. അവനില്ലായിരുന്നെങ്കിൽ ബോൾട്ടോ എന്ന ഹീറോയും ഇല്ല, മരുന്ന് വഴി രക്ഷപ്പെട്ടവരുമില്ല. ഒരു പക്ഷെ ബോൾട്ടോയേക്കാൾ കേമൻ ടോഗോ. കാരണം റിലേ പോലെയുള്ള ഈ 1000 കിലോമീറ്റർ പ്രയാണത്തിൽ 420 കിലോമീറ്റർ യാത്ര ചെയ്തത് ടോഗോ ലീഡ് ചെയ്ത ഡോഗ് സ്ലെഡ് ആയിരുന്നു. അതും ആ ദൂരത്തിനിടയിൽ മരുന്ന് കൈമാറാൻ പറ്റാത്തത്ര ദുർഘടമായ ഭാഗം കവർ ചെയ്തതും ടോഗോയുടെ ഒറ്റമെടുക്കായിരുന്നു. ഫിനിഷ് ലൈൻ കടന്ന ബോൾട്ടോയ്ക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടിയ അംഗീകാരങ്ങൾ ടോഗോയ്ക്ക് വന്നു ചേരാനായിട്ട് വർഷങ്ങളെടുത്തു. ബോൾട്ടോയെ പോലെ തന്നെ ടോഗോയുടെ പ്രതിമയും അലാസ്കയിൽ വന്നു. പക്ഷേ 35 വർഷങ്ങൾക്ക് ശേഷം 1960-ൽ ബോൾട്ടോ വാസ് ഗുഡ് ബട്ട് ടോഗോ വാസ് ദ ട്രൂ ഹീറോ. ഈ ലക്ഷ്യത്തിൽ പങ്കെടുത്ത ഏറ്റവും വയസ്സനായ നായ.